എയർപോർട്ട് കാണുന്നുണ്ട്. ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം പലരും നെഗറ്റീവായിട്ട് പറയുന്നുണ്ടല്ലോ. ഇതിന്റെ യൂസേജ് എങ്ങനെയാണ്? ഇതിന്റെ സംഭവങ്ങൾ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രോയിങ് ബെഡാണ്. ഗ്രോയിങ് ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ പോളിയോസിന്റെ അകത്തുള്ള ഗ്രോ ബെഡുകളാണ്. അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ടത് ഇവിടെ 2-3 നെഗറ്റീവാണ് വരുന്നത്. ഒന്ന്, ഇതിന് മണ്ണ് വരുമ്പോൾ ഇതിന്റെ അടിയിലോട്ട് ഫോൾഡിങ്ങിന്റെ ഒരു പ്രശ്നം വരുന്നുള്ളത്. അപ്പൊ അതിന് കൂടുതൽ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗ്രോയിങ് മീഡിയ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിന് പരിഹാരമാണ്. നമ്മൾ ഹെവി മണ്ണ് നിറച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം ഫുൾ ലോഡ് വരുമ്പോൾ താഴോട്ട് അതിന്റെ ലോഡ് വരുമ്പോൾ ഇവിടെ ഒക്കെ മടങ്ങി വരുന്ന ഒരവസ്ഥ. രണ്ടാമത് വരുന്നത് വെയിലത്ത് ഇത് പൊടിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം. പോകുന്നത് അത് എന്ന് വെച്ചാൽ പല ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ ഇതിന്റെ കറക്റ്റ് റൈറ്റ് മാനുഫാക്ചേഴ്സ് ഇത് നമ്മൾ എടുത്തു വന്നത് അഹമ്മദാബാദ് എന്നുള്ള ഒരു കമ്പനിയാണ്, അഗ്രി പ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഓൾറെഡി ഇതിനകത്തുള്ള ലീഡിങ് പൈനിയേഴ്സ് ആണ് അവരൊക്കെ. അവര് ചെയ്ത പോട്ട്സുകളാണ്. അപ്പൊ അവർക്ക് ഓൾറെഡി നമുക്ക് ഗ്യാരണ്ടീഡ് ആണ് 5 years. 5 വർഷം എങ്ങനെയായാലും 5 വർഷം എങ്ങനെയായാലും ഇത് കിട്ടുന്നുള്ളതാണ്. 5 വർഷമാണ് അത്. HDPE മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഞാനും കണ്ടായിരുന്നു ഒരു ഇടുക്കിയിൽ ഒരു കർഷകൻ ചെയ്തുകൊണ്ട് ഇവിടെ നിന്നൊക്കെ പൊടിഞ്ഞു പോയൊരു വീഡിയോ. പക്ഷെ അത് ഇത് സെയിം തന്നെ ഞാൻ അവിടെ അഗ്ലി പ്ലാസ്റ്റിൽ വിളിച്ച് കൺഫർമേഷൻ എടുത്ത് പറഞ്ഞ് അത് മെറ്റീരിയൽ പല കമ്പനീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ മെറ്റീരിയൽ എത്രത്തോളം അത് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. കാരണം വളരെ ചീപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പ്ലാസ്റ്റിക് ബ്ലെൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ HDPE ആണെങ്കിൽ ആ ഒരു ലൈഫ് കിട്ടുന്നതാണ്. ഇതേപോലെ ഞങ്ങൾ അവരൊരു ഫാം വിസിറ്റ് ചെയ്തു. ഇവിടെ ഇരുന്ന് കൃഷ്ണഗിരിയുള്ള ഒരു ഫാം വിസിറ്റ് ചെയ്തു. അവരവിടെ 5 years മുമ്പ് തന്നെ വെച്ച പോട്ട്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിനെ ക്വാളിറ്റി നോക്കി. അപ്പോൾ ഏകദേശം ഒരു ഡാമേജ് സ്റ്റേജിലോട്ട്, അതായത് 5 years ആകുമ്പോൾ തന്നെ പൊടിയുന്നില്ല, എന്നാലും അതിൻ്റെ കളർ മങ്ങിയോണ്ടും പിന്നെ ഒരു പൊട്ടാനുള്ളൊരു അവസ്ഥ. പക്ഷെ 5 വർഷം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നതാണ് അവരും പറയുന്നത്. നമ്മൾ ഈ ഫ്ലെക്സിന്റെ ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ചില ഷീറ്റുകളൊക്കെ വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോണേ, വെയിൽ കൂടുതലുണ്ട്. അതെ, ഇതിന് ആ ഒരു പ്രശ്നം വരുന്നില്ല എന്നാണ് നമ്മൾ ഓൾറെഡി അവരായിട്ട് സംസാരിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഗ്യാരണ്ടി നമ്മളിവിടെ കർഷകർ കൊടുക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ആ ഗ്രോയിങ് മീഡിയാണ്. ഹെവി ആക്കാതെ കൂടുതൽ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മൾ കൂടുതൽ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, പിന്നെ മണ്ണ് ഹെവി വെയിറ്റ് ഉള്ള മണ്ണൊന്നും യൂസ് ചെയ്യാതെ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, പിന്നെ ചാണകപ്പൊടി ചെടിക്ക് ആവശ്യമുള്ളത് മെയിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വെച്ചാൽ ഇത് പിന്നെ ഒരു സക്സസ് അല്ല എന്ന് പറയാൻ കാരണം അവര് ചെറിയ പ്ലാന്റ് എടുത്ത് വലിയ പോട്ടിലോട്ട് നടും. അപ്പൊ ഇവര് ഇതിന്റെ റൂട്ട് സോൺ അത്രയൊന്നും ഡെവലപ്ഡ് അല്ല. അപ്പൊ ഈ ഒരു ഭാഗത്ത് എത്രത്തോളം വളമുണ്ട് അതാണ് ആ ചെടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇട്ട വളം ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ലീച്ച് ഔട്ട് ആയിട്ട് ന്യൂട്രിയന്റ് ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവരെന്നെ ഈ കമ്പനി തന്നെ റെക്കമെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ആദ്യം ചെറിയ എയർപോർട്ടിംഗ് പോട്ട്സോ അല്ലെങ്കിൽ ചെറിയ പോട്ടിലോട്ട് മാറ്റും. എന്നിട്ട് വേണം ഒന്ന് അതിലോട്ട് റൂട്ട് തിങ്ങി വരുമ്പോൾ മാത്രമേ അത് പ്ലാന്റ്, അതാണ് നഴ്സറി ടു അതിന്റെ ഗ്രോയിങ് സ്റ്റേജിനനുസരിച്ച് പോട്ട് മാറ്റണം. പിന്നെ പോട്ട് മാറ്റാനൊക്കെ വളരെ ഈസിയാണ് ഇതിനകത്ത്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. പോട്ട്സിന്റെ ഈ ഒരു ഭാഗം ബോൾട്ട് ഓപ്പൺ ചെയ്യാം. അതെ, അടുത്ത ഇനിയിപ്പോ പെട്ടെന്ന് മണ്ണിലോട്ട് നടണം എന്നുണ്ടെങ്കിൽ തന്നെ ഇത് കറക്റ്റ് കുഴീന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തുറന്നാൽ മതി. കറക്റ്റ് ആതാണ്ടോ, അങ്ങനെ എടുത്ത് അത് കുഴിയുടെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് തുറന്നിട്ട് താഴെ റൂട്ട് സോൺ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇത് വെച്ചാൽ ഇതിൽ കൃഷി ചെയ്യാന്നല്ല, നമ്മളൊരു പ്ലാന്റിനെ നന്നായിട്ട് നഴ്സ് ചെയ്തുകൊണ്ട് പിന്നീട് അതിനെ മെയിൻ ഫീൽഡിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നത്.